തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. എന്റെ ജീവൻ പോയാലും എന്റെ ജീവനായ ഭർത്താവിന് ഒരു നിമിഷം പോലും ഞാൻ വഞ്ചിക്കില്ലടാ. നീ തയ്യാറാക്കിയ തിരക്കഥ അവനോട് പറയണം. ഞാൻ അതിനെ എതിർത്തപ്പോ ഇന്ന് ഹർത്താലായിട്ട് അവിടെ ആരുമില്ലെന്നും അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അവരെന്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചു. ഞാൻ കുതിറി മാറിയപ്പോ അവരെന്റെ കർണത്തടിച്ചു. ദേ സൂക്ഷിച്ചു നോക്കിയാ കവള് ചുവന്ന് കിടക്കുന്നത് സാറിന് കാണാം. അവളിപ്പോ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ കണ്ണം പോവേണ്ടത് അവളുടെ അടുത്തേക്കല്ലേ? അതിനു പകരം അനന്തുവിന്റെ അടുത്തേക്ക് എന്തിനാ പോയത്? അനന്തുവേട്ടനും ലേഖേച്ചിയാണല്ലോ കണ്ണീട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാര്. അവരുമായിട്ട് എന്തെങ്കിലും കൂടി ആലോചിക്കാൻ കാണും. ഭാര്യയെ കളയണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിരിക്കും അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവളെ കളയുന്നില്ലെങ്കിൽ അയാൾ മനുഷ്യനല്ല. ആണായാലും പെണ്ണായാലും വഴിവിട്ട ബന്ധം നയിക്കുന്നത് ഇഷ്ടമല്ലാത്തവനാണ് കണ്ണൻ. അത് നിനക്കും അറിയാവല്ലോ. അതിന്റെ പേരിലാണ് മേഘനുമായിട്ട് പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുള്ളതും. അങ്ങനെയുള്ളവൻ കല്യാണം കഴിച്ച പെണ്ണ് വഞ്ചിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അവളെ കൂടെ കൂട്ടുവോ? മോളെ, ഇനി മോൾക്ക് സങ്കടം ഒന്നും വേണ്ട. മോള് വെറുക്കുന്ന മഹാലക്ഷ്മി ഇനി ഈ വീട്ടിലേക്ക് വരില്ല. അവളെ നമുക്ക് ആർക്കും കാണേണ്ടിയും വരില്ല. എടോ, എനിക്കും തനിക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്റെ പെങ്ങള് വിളിച്ച് പറഞ്ഞടോ. നമ്മുടെയൊക്കെ കണ്ണിലെ കരടായ മഹാലക്ഷ്മി അവസാനം അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അവള് കണ്ണനെ മറന്നിട്ട് സാഗറിനെ വലയിലാക്കാൻ നോക്കി. അത് സാഗർ കണ്ണനെ അറിയിച്ചു കഴിഞ്ഞു. നേരാണോ മാമേട്ടാ? പിന്നെ ഇതൊക്കെ ഞാനുണ്ടാക്കി പറയുന്നതാണോടോ. എല്ലാം നടന്ന കാര്യങ്ങൾ തന്നെയാ. ഇപ്പൊ കണ്ണൻ സാഗറിനോടൊപ്പം പോയിരിക്കുക. അനന്തുവിന്റെ വീട്ടിലായിരിക്കും പോയത്. ഇനി കൂട്ടുകാരനും കൂടി അവളെ കോസുസ്താരം നടത്തട്ടെ. ഒരു കാര്യം പ്രതാപൻ ഉറപ്പിച്ചോ, കണ്ണൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രവൃത്തിയാ ഇപ്പം മഹാലക്ഷ്മി ചെയ്തിരിക്കുന്നത്. അവളെ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. കണ്ണൻ ഒരിക്കലും അവക്കൊരു നല്ല ഭർത്താവല്ലെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ കണ്ണനെ ഇങ്ങനെ ഭർത്താവിന്റെ വേഷം കെട്ടിച്ചിട്ട് അവൾ അവളുടെ രീതിയിൽ ജീവിക്കാനാ നോക്കിയേ. അതിനാ ഇപ്പൊ തിരിച്ചടി കിട്ടിയിരിക്കുന്നേ. അപ്പോഴേ വാമേട്ടാ, ഇന്നത്തോടെ അവളെ അടിച്ച് വിളിക്കളയല്ലോ അല്ലേ? അല്ലാതെ പേരുദോഷം കേൾപ്പിച്ച ഒരു പെണ്ണിനെ ഇനി കണ്ണൻ ചുമക്കുവോ? അവന്റെ കാര്യം ഒന്നും പറയാൻ പറ്റൂല. അവന് മഹാലക്ഷ്മി പോലെ ഒരുത്തിയെ കിട്ടിയതുകൊണ്ട് ചിലപ്പോ ഇതൊക്കെ സഹിച്ചെന്ന് വരും. ഏയ് ഇല്ലടോ, ഇത് കണ്ണൻ ഒരിക്കലും സഹിക്കില്ല. അവനൊരു ഉത്തമ പുരുഷനാടോ. അനാവശ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരുത്തന. അല്ലിനി അവൻ ആഗ്രഹം ഉണ്ടെങ്കിലും നോക്കിയിട്ട് വലിയ വിശേഷമൊന്നുമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും നോക്കാത്ത. ആ പിന്നെ ഒരുത്തിയെ നോക്കി അവളെ അവന് കൊടുക്കേണ്ട സമ്മാനം കൊടുത്തിട്ട് അങ്ങ് പോവാ. ഇനി അവള് മടങ്ങി വന്നില്ലെങ്കിലേ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്ക് നേട്ടം തന്നെയാണ് വാമേട്ടാ. തുടച്ചോ അമ്മയും മോളും ഏത് നേരവും തൂത്തു തുടച്ച് വെളുപ്പിച്ചോണ്ട് നിന്നോളും, മനസ്സ് വെളുപ്പിക്കാതെ. എന്താടാ പ്രതാപ? അമ്മേ, ഇവളുടെ മോളുടെ ജീവിതം തീർന്നു.
അവൾ ഇനി കമലേശ്വരത്ത് ഉണ്ടാവില്ല. പിന്നെ അവൾ എവിടെ പോയടാ പ്രതാപ? അവൾ എവിടെ പോയി, എന്തിനു പോയി എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ ചിലപ്പോ അവൾ അവളുടെ കെട്ടിയോന്റെ കുടുംബത്തോ കമ്പനിയിൽ വല്ലതും കാണുമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോ വീൽ ചെയറിന്റെ സഹായത്തോടെ നടക്കുന്ന ആള് അവളെ കാണുമ്പോ പുറത്തേക്ക് വരച്ചുകൊണ്ടു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞോണ്ട്. അകത്തല്ല, ഇനി പുറത്താണ് അവളുടെ സ്ഥാനം എന്ന് പറഞ്ഞോണ്ട്. അതിനു വേണ്ടി നിങ്ങളൊക്കെ കൂടി എന്തെങ്കിലും കെണി വെച്ചോ? കെണിയല്ലടി, കണി കണി. ഇത്തവണ കമലേശ്വരത്ത് കണി വെച്ചത് നിന്റെ മോളാ. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കണി ഒരുക്കാൻ അവൾ അവിടെ കാണില്ലെന്നാ ഞാൻ പറഞ്ഞേ. അതിനൊരു കാരണം കാണുമല്ലോ. കാരണം കാണിക്കൽ നോട്ടീസൊക്കെ പിന്നീട് നിനക്ക് അയച്ചു തരും നിന്റെ മരുമോൻ. അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോയി ചോദിച്ചാൽ മതി അവനോട്, നിന്റെ മോളെ കാണാനില്ലാത്തതിന്റെ കാരണം എന്തുവാണെന്ന്. അവിടെ അവന് ഒരൊറ്റ ഉത്തരവേ പറയാൻ കാണുള്ളൂ പ്രതാപ. ഇവിടെ മോളെ വഴിതെറ്റിപ്പോയെന്ന്. ആര് വഴിതെറ്റി പോയാലും എന്റെ മോള് തെറ്റ് ചെയ്യില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ശരി നീയാ. അതുകൊണ്ട് നിന്റെ മോളുണ്ടല്ലോ വളരെ ശരിയാ, ഒരൊന്നൊന്നര ശരി. എടാ പ്രതാപ, എന്താടാ പറ്റിയേ? സത്യാണോടാ പ്രതാപ? അമ്മേ, കണ്ണന്റെ മാമൻ തന്നെ ഇതെന്നോട് പറഞ്ഞേ. അമ്മേ, കണ്ണൻ ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ കണ്ണൻ എത്ര തൊലിക്കെട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ ലക്ഷ്മിയെ കൂടെ താമസിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? എന്ന് വെച്ചാ തീർന്നു അമ്മേ കണ്ണൻ മഹാലക്ഷ്മി ദാമ്പത്യം. ഹലോ, എന്താ മോളെ പറ്റിയത്? ഇവിടെ ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ. അത് പിന്നെ മോളെന്തിനാ കരയുന്നത്? എന്താ മോളെ പറ. എന്താന്ന് വെച്ച് പറ മോളെ, കരയാതെ. അവള് കരയുന്നതേ ആരെങ്കിലും അവളെ ഇക്കിളിയാക്കിയിട്ടായിരിക്കൂടി. എടി, നിന്റെ മോക്ക് എല്ലാം തലതിരിച്ച. സങ്കടപ്പെടുത്തിയ അവളെ ചിരിക്കും, ഇക്കിളിയാക്കിയ അവള് കരയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് അവൾ ഇങ്ങോട്ടെങ്ങാനും കയറി വന്ന മുൻവശത്തെ വാതിൽ അവളുടെ മുന്നിൽ തുറക്കരുത്. എടാ, ഇവള് വിളിച്ചപ്പോ അവള് കരഞ്ഞടാ. എടീ, സന്തോഷത്തോടെ നിന്റെ മരുമോന്റെ കമ്പനി ഭരിച്ചോണ്ടിരുന്ന അവളെ നീ വിളിച്ചപ്പോ കരയണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നിനക്ക് ഇല്ലാതായി പോയല്ലോ എന്റെ മോഹിനി. നിനക്കിപ്പം മനസ്സിലായില്ലേ മോഹിനി ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന്? കണ്ണൻ അവളെ ഇനി എന്തായാലും കൂടെ താമസിപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ ആരുടെ കൂടെ താമസിപ്പിക്കുമെന്ന് ചോദിച്ചാ അതിനുള്ള ഉത്തരവ് എന്റെ കയ്യിലില്ല. പിന്നെ അമ്മ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ, അതിൽ കഴമ്പുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും അവള് തകർന്ന തരിപ്പണമായിട്ട് അവൾ ഇങ്ങോട്ടെങ്ങാനും കയറി വന്ന രണ്ട് കൈയും നീട്ടി ഇവിടെ ആരും അവളെ സ്വീകരിക്കാൻ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ അവളെ സ്വീകരിക്കാം, എന്നിട്ട് അവളെയും കൊണ്ട് അകത്തോട്ടല്ല പുറത്തോട്ട് പോയിക്കണം. അതെ,
നീ മൂന്നാമതൊരു കല്യാണമൊക്കെ കഴിച്ച് അവളെ രണ്ടാമതൊരു കെട്ടൊക്കെ കെട്ടിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നാ ഇവൻ പറഞ്ഞത്. ഒരുങ്ങി ഇറങ്ങിയ അമ്മയും മോള് വന്ന് പറയത്തില്ല, ചേടത്തി അനിയത്തി എന്നേ പറയത്തുള്ളൂ. അല്ലേടാ പ്രതാപ? അത് കണ്ണിന് കാഴ്ചയുള്ളവരാരും പറയുമല്ലോ. ഞാൻ പറഞ്ഞത് സത്യം. എന്റെ മോൾക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ട്. നിന്റെ മോള് തന്നെ ഒരു ചതിയല്ലേ? അല്ലടാ പ്രതാപ, ഇവള് ചതി, ഇവളുടെ മോള് കൊലച്ചതി. അതാണ് ശരി. കല്യാണം കഴിഞ്ഞ ശേഷം നിന്റെ മോള് ഒരുപാട് അങ്ങ് അഹങ്കരിച്ചു, തല മറന്ന് എണ്ണ അയച്ചു. അതിനുള്ള ഫലമാണ് അവളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്. എന്നാലും എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ പല തവണ ജയിച്ചവളെ എനിക്ക് വേണ്ട, ഈ വീടിനും വേണ്ട. അവന്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. പുകഞ്ഞു കൊള്ളി പുകഞ്ഞു കരിഞ്ഞു പുറത്ത്. എന്താ നിന്റെ തീരുമാനം? ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറ. ഞങ്ങളല്ലല്ലോ ഇവിടെ സംസാരിക്കേണ്ടത്. സാഗർ നേരത്തെ തന്നെ നിന്നോട് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതാണല്ലോ. എന്നിട്ട് നീ നിന്റെ മഹിയെ ചോദ്യം ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയി. എന്തിനാണ് അയാളെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ഒരുപാട് പരിമിതികളുള്ള ആളാ. അങ്ങനെ ഒരാളെ ഒരുപാട് നാളൊന്നും ഒരു പെൺകുട്ടി സഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് മഹി ഇതിന്റെ പേരിൽ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. ശിക്ഷിക്കണ്ട, പക്ഷെ അയാളെ പോലൊരു പെൺകുട്ടിയെ കണ്ണേട്ടന്റെ ജീവിതത്തിന്റെ തൂത്തെറിഞ്ഞൂടെ? എടാ, ഇനി അവളെ നിനക്കൊപ്പം താമസിപ്പിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അയാൾ എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ അയാളെ ചോദ്യം ചെയ്യാതിരുന്നത്. ഇന്ന് ഹർത്താൽ ദിവസം നിങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാൻ സാഗറിനൊപ്പം അയാളെ വിട്ടത് മനഃപൂർവ്വം. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയണമായിരുന്നു. അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ നാലാൾ കൂടിയല്ല ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നേ. അയാളും വരണം. എന്തിനാ അവളെ പോലെ ഒരുത്തി ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നേ? അതെ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സാഗറിന് മുന്നിൽ വെച്ച് സാഗർ പറഞ്ഞ കാര്യങ്ങൾ അയാളോട് ചോദിക്കണം. സർ, ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും സ്വന്തം ഭാഗത്തെ തെറ്റ് സമ്മതിക്കുമോ? അവര് കഥകൾ വളച്ചൊടിക്കാനല്ലേ ശ്രമിക്കൂ. അങ്ങനെ വളച്ചൊടിച്ചാലും ഞാനൊന്നും വിശ്വസിക്കില്ല സാഗറെ. കാരണം അയാൾ ഈ കേസിൽ നിരപരാധിയാണെങ്കിൽ അയാൾക്കത് സാഗറിന് മുന്നേ എന്നോട് പറയാമായിരുന്നു, എന്നെ അറിയിക്കാമായിരുന്നു. അയാളത് ചെയ്തില്ലല്ലോ. അതെ, ഇവൻ പറഞ്ഞാണ് സത്യം. സാഗർ നിരപരാധിയായതുകൊണ്ടാണ് സാഗർ തുടക്കത്തിൽ ഇത് കണ്ണനോട് പറഞ്ഞത്. അതിൽ നിങ്ങളുടെ സത്യസന്ധതയെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാ പിന്നെ അവളോട് വരാൻ പറ കണ്ണേട്ടാ. ഇതൊരു കോടതിയാ. ഇവിടെ വെച്ച് അവളെ ക്രോസ് വിസ്താരം നടത്താം. സാഗറെ, ഈ ഇരിക്കുന്നത് ഒരു വക്കീല. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വക്കീൽ പരീക്ഷ എഴുതി പാസ്സായവനാ. അതിന്റെ കൂടെ MBA എടുത്തത്. അതുകൊണ്ട് ഇവൻ അവളോട് ചോദിക്കാൻ ഒരുപാടുണ്ടാവും. എനിക്കൊന്നും ചോദിക്കാനൊന്നുമില്ല. ചോദിക്കേണ്ടത് നിങ്ങളൊക്കെ ചോദിച്ചാൽ മതി. ഇടയ്ക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ പറയാം. ഞാനിതുവരെ കോടതിയിലൊന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കമ്പനിപരമായ ചില കേസുകൾ വാദിക്കാനായിട്ട് ഇടയ്ക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള കേസുകളും അന്യന്റെ കേസൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷേ സ്വന്തം ജീവിതം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ
ഏത് വലിയ വക്കീലും പതറിപ്പോവും. കണ്ണേട്ടാ ഒന്ന് വിളിക്ക്, പെട്ടെന്ന് വിളിക്കവളെ, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ശരി, ഞാൻ വിളിക്കാം. 1 മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താടാ? ഇവിടെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് സാറേ. അവള് വന്നിട്ടില്ല, ഇനി അവള് എത്തണം. അത് കഴിഞ്ഞ പിന്നെ സാർ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കും. കണ്ണൻ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. കണ്ണന്റെയും ലേഖയുടെയും ആനന്ദുവിന്റെയും മുമ്പിൽ വെച്ച് അവള് പുണ്യവതിയാവാൻ ശ്രമിക്കും. പക്ഷെ നീ നിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. വഴിതെറ്റിപ്പോയവളെ ഇന്നത്തോടെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം. എന്നുവെച്ചാ കണ്ണൻ മടങ്ങി പോകുമ്പോ അവൻ മാത്രമേ പോകാവൂ. കൂടെ ആ മഹാലക്ഷ്മി ഉണ്ടാവരുത്. ഇനി അവള് എന്ത് ഇവിടെ വന്ന് പറഞ്ഞാലും അതൊന്നും മേശാൻ പോകുന്നില്ല സാറേ. അതുപോലെ കണ്ണന്റെയും കണ്ണന്റെ കൂട്ടുകാരന്റെയും അവന്റെ ഭാര്യയുടെ മനസ്സിലും ഞാൻ തീ വിതറിക്കഴിഞ്ഞു. ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾ എനിക്കൊപ്പം വരുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. എങ്കിലും കണ്ണൻ വിട്ടുകളയുന്ന മഹാലക്ഷ്മിക്ക് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേക്കാം. അവള് തീരട്ടാ. അങ്ങനെ തീർന്നാലും എനിക്കത് ലോട്ടറിയാ. ശരി സാറേ, കൂടുതൽ നമ്മൾ സംസാരിക്കണ്ട. മൂന്നാളും ഇപ്പോ ഹാളില് ഗഹനമായ ചർച്ചയിലാ. സാർ എനിക്ക് തരാനുള്ള പണം കരുതി വെച്ചോ. എന്റെ ജോലി ഇന്നത്തോടെ പൂർത്തിയാവും. ഓക്കെടാ മോനെ, എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ശരി സാറേ. മാഡത്തെ അനന്തു സാറിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു കണ്ണൻ സാർ. എന്നെ വിളിച്ചിരുന്നു. വണ്ടി എടുക്ക. ശരി മാഡം. സാഗറിന് കമ്പനിയിൽ നിന്ന് പോകേണ്ടി വരില്ല. കാരണം സാഗർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഒരു നിമിഷം പോലും ഞാൻ ആ കമ്പനിയിൽ നിൽക്കില്ല സാറേ. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇതിനപ്പുറം സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മഹി ഉണ്ടെങ്കിലല്ലേ ഉണ്ടാവൂ, അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇനി ഇവന്റെ ഭാര്യയെ അവിടെ തുടരാൻ അനുവദിച്ചാലും ഞങ്ങൾ അനുവദിക്കില്ല. ആദ്യം അയാൾ വരട്ടെ, എന്നിട്ട് നമുക്കിതിലൊരു തീരുമാനം. ഇപ്പോഴും അവർ ഏതൊക്കെ രീതിയിൽ കഥകൾ വളച്ചൊടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് സാറേ. എന്തിനാ സാഗർ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് പേടിയാ സാറേ. ഇന്നത്തെ മാഡത്തിന്റെ മട്ടും ഭാവമൊക്കെ അതുപോലെ ആയിരുന്നു. ഞാനിറങ്ങി ഓടിയില്ലായിരുന്നെങ്കിൽ എന്നെ അവർ കൊല്ലാൻ പോലും മടിക്കില്ലായിരുന്നു. അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അത് പറയാമായിരുന്നു. വെറുതെ ഇത്രത്തോളം കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പാടില്ലായിരുന്നു. കണ്ണേട്ടം വിട്ടുകളഞ്ഞ അവൾ എങ്ങോട്ട് പോവും? സ്വന്തം വീട്ടിലുള്ളവര് അവളെ സ്വീകരിക്കോ? കല്യാണത്തിന് മുമ്പേ സ്വന്തം വീട്ടിൽ പരിങ്ങല്ല അയാൾ കഴിഞ്ഞത്, പിന്നെ ഇനി സ്വീകരിക്കോ? എന്നുവെച്ചാ അവൾക്കിനി തെരുവിൽ തെണ്ടി നടക്കേണ്ടി വരുമെന്നർത്ഥം. എങ്ങനെങ്കിലും നടക്കട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ജീവിക്കാൻ അവൾക്കൊരവസരം നീ കൊടുത്തു.
ആ അവസരം അവള് ഭംഗിയായിട്ട് തൊലച്ച് കളഞ്ഞു. അതോടെ ആ അധ്യായം അടഞ്ഞു. അവളെത്തി. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.